എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മളിന്ന് ക്യാബേജ് കൊണ്ട് നല്ലൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ക്യാബേജ് തോരനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ക്യാബേജാണ്. അതിലേക്ക് ഒരു പകുതി സവോളയുടെ അതിൻ്റെയും കൂടെ നേർപകുതിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂണോളം കടുകിട്ട് കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ക്യാബേജും അതുപോലെ തന്നെ പച്ചമുളകും സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ ഈ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 2 കൈപ്പിടിയോളം തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറുപയറാണ്. അപ്പോൾ ഞാൻ 1 കൈപ്പിടിയോളം ചെറുപയർ കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടത് വെന്തുടഞ്ഞു പോകരുത്. എന്നാൽ ഞെക്കുമ്പോൾ വെന്ത പോലെ ഇരിക്കണം. നല്ല പൊടിപൊടാന്ന് കിടക്കുന്ന രീതിയിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒത്തിരി വേണ്ട, 1 കൈപ്പിടി മതിയേ. അപ്പോൾ ഞാനതൊന്ന് എടുത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. പക്ഷേ ഇത് വേവിച്ചപ്പോൾ ഞാൻ ഉപ്പിടാനായിട്ട് മറന്നുപോയി. ഉപ്പിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിനും കൂടെ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ഞാനൊരു പ്രാവശ്യം കൂട്ടിയത് ഇവിടെ ഷാർജ വന്നതിന് ശേഷം ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേന് അവിടെ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ കൂട്ടിയതാണ്. അപ്പം നല്ല ടേസ്റ്റ് തോന്നി. അന്ന് തൊട്ട് ഇതുണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. അപ്പം ഇന്നാണ് അതിന് ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇന്ന് ഞാനൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. അന്ന് നമുക്ക് ഇലയിലൊക്കെ ഒരു പൊടിക്കല്ലേ അവർ തരത്തുള്ളൂ കൂട്ടാനായിട്ട്. അന്ന് കൂട്ടിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് വെച്ച് കഴിയുമ്പോൾ അറിയാം അടിപൊളിയാണോ അല്ലയോ എന്ന്. അപ്പോൾ ഞാനതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർത്ത് ഇതിന് മഞ്ഞൾപ്പൊടി അന്ന് അവർ മഞ്ഞൾപ്പൊടി ചേർക്കാതെയാണ് സദ്യക്ക് കിട്ടിയത്. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ക്യാബേജ് ആയതുകൊണ്ട് എനിക്കൊരു പേടി, കൂടുതൽ കീടനാശിനിയൊക്കെ ഉപയോഗിക്കുന്നതല്ലേ ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതിന് മഞ്ഞൾപ്പൊടി വേണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുവാണ്. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ആവിക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ച് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാവേ. അപ്പം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കി. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. തീ ഒരു ഇച്ചിരി കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. തീ സിമ്മിലാണെന്ന് വിചാരിച്ച് ഞാൻ മൂടി വെച്ചത്. പക്ഷേ ഇച്ചിരി കൂടിപ്പോയി. ശകലം ഒന്ന് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ച പോലെ എനിക്ക് തോന്നി. പക്ഷേ പ്രശ്നമില്ല. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് കുറവ് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ചെറുപയറിന് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു കുറവാണെന്ന് തോന്നുന്നു. അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള തോരനാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കിയത് ഇഷ്ടപ്പെടും. അപ്പം ചെറുപയറൊക്കെ തന്നെ കൂട്ടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നവരൊന്നും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.